ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചോക്ലേറ്റ് പുഡിംഗ് ആണ് കേട്ടോ. എത്ര കഴിച്ചാലും മതിയാവില്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ. ഞാൻ ഈ ഒരു ടൈപ്പ് ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് ഇതിൽ ഉപയോഗിക്കാം. ഓരോ ബിസ്ക്കറ്റ് ആകുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഉപ്പുള്ള ബിസ്ക്കറ്റ് ചേർക്കാതിരുന്നാൽ മതി. ഈ ബിസ്ക്കറ്റ് എല്ലാം ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇത് മുഴുവനൊന്നും നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഈ 1/2 കപ്പ് പാൽ മുഴുവനായിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൂസിലാണ് കേട്ടോ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് കേക്ക് ബേക്ക് ചെയ്യുന്ന ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ലെവലാക്കിയതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ബേക്കായി കിട്ടും കേട്ടോ. ഒരു 10 മിനിറ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ കേക്ക് നല്ലതുപോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ക്രീമോട് കൂടി തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഒന്ന് ബീറ്റർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്താലും മതി കേട്ടോ. ഇനി ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കണം. ഈ കേക്കിൽ ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ക്രീം ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഈ ക്രീം മുഴുവനും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരു ലെയർ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കാം. ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബിസ്ക്കറ്റ് മുഴുവനും ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി മാറ്റി വെച്ചിട്ടുള്ള ക്രീം ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഞാനൊന്ന് മെൽറ്റാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്രീം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കട്ടോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ക്രീം മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബിസ്ക്കറ്റ് ബാക്കി ഉണ്ടായിരുന്നു, അതൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. പെട്ടെന്ന് എടുക്കാനാണെങ്കിൽ ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാം കേട്ടോ. ക്ഷമയുള്ളവരാണെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂർ വെച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നല്ല ടേസ്റ്റായി കിട്ടും. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം, ഉറപ്പായിട്ടും ഇഷ്ടമാവും. ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.